നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യം അല്ലെങ്കിൽ റെഡി ടു ഡ്രിങ്ക് ലഹരി പാനീയങ്ങൾ 251% നികുതി ഒറ്റയടിക്ക് 120% കുത്തനെ താഴ്ത്തിയ ബജറ്റ് പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയാണ്. വെറുമൊരു നികുതി പരിഷ്കരണമല്ല, അന്താരാഷ്ട്ര മദ്യക്കുത്തകകളെ സഹായിക്കാനുള്ള കോടികളുടെ അഴിമതിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ലഹരി സുലഭമാക്കാനുള്ള നീക്കം ആർക്കാണ് ഉപകാരപ്പെടുന്നത്? ഖജനാവിന് വരാൻ പോകുന്ന 600 കോടിയുടെ നഷ്ടം ആർക്കുവേണ്ടി? മുന്നണിയിലെ കലഹത്തിൽ വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിന്റെ വീര്യം കുറയുമോ? ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, സാമൂഹിക പ്രവർത്തകൻ, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഇടത് സഹയാത്രികൻ രമേശ് മാണിക്കോത്ത്, BJP പ്രവാസി സെൽ, ഇവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഇടത് സഹയാത്രികനിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, വലിയ അഴിമതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അതുമാത്രമല്ല, ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല അതിനെ എതിർക്കുന്നത്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന്മേൽ എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ തീരുമാനത്തെ, ബജറ്റ് തീരുമാനത്തെ കാണുന്നത്? നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടില് ഈ ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നിട്ട് കാലങ്ങൾ കുറേയായി. ഇതിനിടയിൽ എത്രയോ ഗവൺമെന്റുകൾ വന്നുപോയി. ഈ വി ഡി സതീശൻ സർക്കാർ അതിൽ ഏറ്റവും അവസാനത്തേതാണ്. അപ്പോ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം ഉപയോഗിച്ച് ഒന്നുകിൽ നാട്ടിലുള്ള നിയമങ്ങളനുസരിച്ച് അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഒക്കെയാണ് നമ്മുടെ ഇത്തരം സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇതുവരെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ശ്രീമാൻ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ബജറ്റിൽ ഈ കാര്യം, വീര്യം കുറഞ്ഞ മദ്യത്തിന് വളരെ അതിശയിപ്പിക്കുന്ന വിധം ഇളവുകൾ കൊടുത്ത് 251% നികുതിയുള്ള മദ്യത്തിന് വെറും 120% അത് കുറച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ വളരെ ഗൗരവത്തോട് കാണുന്ന കാര്യമാണ്. മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയപരമായ വിഷയമാണിത്. മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അതത് ഗവൺമെന്റുകൾ, ഭരിക്കുന്ന മുന്നണി, അതിന്റെ വിവിധ ഘടകകക്ഷികൾ അവരുടെ വിവിധ ഘടകങ്ങളിൽ ഇതിന്റെ ചർച്ച നടത്തി, അതുപോലെ തന്നെ ഈ നയം പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം നയങ്ങൾ രൂപീകരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ തീരുമാനിച്ചത് അദ്ദേഹം ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ഏറ്റവും ചുരുങ്ങിയത് UDF ആ വിഷയം ചർച്ച ചെയ്തില്ല, കോൺഗ്രസിൽ പോലും ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീമാൻ M ലിജു, അദ്ദേഹം പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതി വന്നു. അതുപോലെ തന്നെ UDFന്റെ എല്ലാ ഘടകകക്ഷികളും ഇതിനെക്കുറിച്ച് വ്യാപകമായിട്ട് അവരുടെ ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രികയില് ലേഖനത്തിൽ ഒറ്റ വരിയാണെങ്കിൽ പോലും അദ്ദേഹം അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് കേവലം രാഷ്ട്രീയ പ്രശ്നമല്ല. കേരളത്തിലെ ഏതാണ്ട് 3.25 കോടിയോളം വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. മദ്യത്തിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളും പ്രഖ്യാപിത നിലപാടുകളായിട്ട് പറയുന്നതെങ്കിലും ഇപ്പൊ ഈ വി ഡി സതീശനാണ്, നമുക്കറിയാം, ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യം, അത് ഇതുപോലെ മദ്യ കമ്പനികളുടെ ഉൽപ്പന്നമായിരുന്നില്ല. റെഡി ടു ഡ്രിങ്ക് ഇളവ് കൊടുക്കുക എന്നുള്ളതായിരുന്നല്ല LDFന്റെ നയം. നേരെ മറിച്ച് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കർഷകർക്ക് കൂടി സഹായകമാകുന്ന രീതിയിൽ അത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടത്തിയപ്പോൾ തന്നെ, LDF കാലത്ത് അത്തരം ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഈ പഞ്ചസാര ഫാക്ടറികൾ ഉൾപ്പെടെ മദ്യനിർമ്മാണശാലകൾ, അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമ്പോഴൊക്കെ ഈ UDF ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം സർക്കാരിനെ പിന്തിരിപ്പിക്കുന്ന അനുഭവമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിന്നിലുള്ള താല്പര്യം വളരെ പ്രകടമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നമ്മുടെ നാട്ടിൽ ഒഴുക്കിയിട്ടുള്ള കോടികളുടെ പണം അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന്റെ അതിന്റെ സ്രോതസ് ഇത്തരം മദ്യ കമ്പനികളാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസിന്റെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യ കമ്പനികളാണ് കേരളത്തിലേക്കുള്ള മദ്യം വിതരണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമുക്കറിയാം. അത്തരം മദ്യ കമ്പനികളുടെ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ 3.25 കോടി വരുന്ന മലയാളികളുടെ, മനുഷ്യരുടെ താല്പര്യം അവഗണിച്ചുകൊണ്ട്
ഗവൺമെന്റ് അല്ല, മുഖ്യമന്ത്രി മാത്രം. അതാണ് അവർ അതിലെ മറ്റൊരു കാര്യം. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ള, അങ്ങേയറ്റം ദുരൂഹമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. തീർച്ചയായും അത് മാത്രമല്ല, നമ്മളിപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇന്ന് നിയമസഭയിൽ ആ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ കാര്യം സഭയിൽ ഉന്നയിച്ചപ്പോ ആ കാര്യം പോലും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതുവരെയൊക്കെ നമ്മൾ കേട്ടത് ഇദ്ദേഹം ജനാധിപത്യത്തിന്റെ എന്തൊക്കെയോ വിസ്മയം സൃഷ്ടിക്കുന്നു, അതിന്റെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാൻ അവസരമുണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഒരു മാസക്കാലം മുമ്പ് വരെ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് കൊട്ടിപ്പാടിയത്. ഇപ്പൊ അതിൽ നിന്നെല്ലാം നേരെ വിപരീതമായിട്ട് അങ്ങേയറ്റം വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ്, ജനങ്ങളെയാകെ പറ്റിക്കുന്ന സമീപനമാണ് ഈ മുഖ്യമന്ത്രിയും സംഘവും എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ ഈ കേസിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ. ശരി, രമേശ് മാണിക്കോത്ത്, ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ തരത്തിലുള്ള നികുതി ഇളവ് ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതു വിധത്തിലുള്ള വിമർശനമാണിപ്പോൾ ഈ തീരുമാനത്തിൽ, കേരളത്തിലെടുക്കുന്ന ഈ നടപടിക്രമങ്ങളിൽ BJP മുന്നോട്ട് വെക്കുന്നത്? വിമർശനാത്മകമായി തന്നെയാണോ ഈ തീരുമാനത്തെ കാണുന്നത്? അഖിലാജി നമസ്കാരം, അതേപോലെ തന്നെ പാനലിസ്റ്റുകൾക്ക് നമസ്കാരം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 130% കുറവാണ് വരുത്തിയിരിക്കുന്നത്. അത് തന്നെ ഗവൺമെന്റ് എവിടെയും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ശ്രീ VD സതീശൻ ഇപ്പോൾ നിലപാടുകളുടെ ചക്രവർത്തിയായി മാറിയിരിക്കുകയാണ്. ഒരു ചർച്ചകളും ഇല്ല, ഒറ്റയടിക്കങ്ങ് തീരുമാനിക്കുക. ഈ വിഷയത്തിൽ ഇത് കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു അഴിമതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ഇതിൽ നടക്കാൻ പോകുന്ന വേറൊരു കാര്യം, ഇപ്പോ VM സുധീരൻ, അവരുടെ നേതാവ് VM സുധീരൻ, അവർ ഏറ്റവും അധികം VD സതീശനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അവരുടെ ഈ കസേലക്കളിയിനിടയിൽ. അദ്ദേഹം ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് തൃപ്തിയായില്ല. പിന്നീട് അദ്ദേഹം കത്തയക്കേണ്ടി വന്നു ഈ വിഷയത്തെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ കാര്യം അവർ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത് വരാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. നാളെ ഇത് ഫിനാൻസിന്റെ ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇത് നിയമമായി വരും. പിന്നെ ഇവര് ഈ അപേക്ഷകൾ വരുമ്പോ ഇത് കൊടുക്കില്ല സതീശൻ. കൊടുക്കാതിരിക്കുമ്പോൾ കമ്പനികൾ കോടതിയിൽ പോവും, കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കും. അപ്പൊ പറയും ഇതാ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു, നമുക്ക് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ ആരെയും വെറുപ്പിക്കേണ്ട, സമസ്തയെ വെറുപ്പിക്കേണ്ട, മുസ്ലിം ലീഗിനെ വെറുപ്പിക്കേണ്ട, VD സതീശനെ വെറുപ്പിക്കേണ്ട. വളരെ ലളിതമായ രീതിയിൽ ഇത് ഇവിടെ നടപ്പാക്കും, ഒരു സംശയമില്ല. സതീശൻ നിലപാടുകളുടെ ചക്രവർത്തിയാണ്. നമുക്കറിയാം വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. എന്റെ സുഹൃത്ത് ശ്രീ സലീം ചോളമുഖത്ത് പറഞ്ഞതിനും കൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ഈ സംഭവം ഇവിടെ വിത്തിട്ടത് ഇടതുപക്ഷമാണ്. ഈ കേരളത്തിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വിപത്ത് കേരളത്തിൽ വിത്തിട്ടത് ശ്രീ സലീം ചോളമുഖത്തിന്റെ പാർട്ടി CPM ആണ്, ഇടതുപക്ഷമാണ്. അതുപോലെ തന്നെ അവരതിനെക്കുറിച്ച് രഹസ്യമായി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് രഹസ്യമായ ഒരു ചർച്ചയും നടത്തിയിരുന്നു. അത് ഏതോ 1-2 മീഡിയകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് അപ്പോഴേക്ക് തന്നെ ഇവരത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇവർക്ക് തോന്നി ആൾറെഡി നമ്മളെ തലയിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്, ഇതുകൂടെ വലിച്ചേണ്ടെന്നുള്ള രീതിയിലായിരിക്കും മേ ബി അതിൽ നിന്ന് പിൻവലിഞ്ഞത്. നമുക്കറിയാം ഇപ്പൊ ഈ വിഷയം ഇവിടെ ആദ്യം ഉന്നയിച്ചതാരാണ്? രാജേഷാണ്. രാജേഷിന് ഇത് എവിടെ നിന്ന് കിട്ടി ഈ സംഭവം? അപ്പൊ ഇവർക്ക് ഇത് അറിയാം, ഈ കാര്യം അറിയാം. ഇവര് ചർച്ച ചെയ്ത് മൂടി വെച്ച കാര്യമാണ്, വേണ്ട എന്ന് വെച്ച കാര്യമാണ്. അപ്പൊ ഇവര് രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തീരാശാപമായി മാറുകയാണ്. ഇപ്പൊ നമുക്കൊരു ചൊല്ലുണ്ട് മലയാളത്തില്, കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുന്ന്. ഈ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ അഴിമതി, ദൂർത്ത്, പക്ഷപാതപരമായ നിലപാടുകൾ, ഇതിനൊക്കെ ജനങ്ങൾ മടുത്തിട്ട് ജനങ്ങൾ UDFന് ഒരു രാഷ്ട്രീയം നോക്കാതെ എല്ലാ വിഭാഗം ആൾക്കാരും UDFന് വോട്ട് ചെയ്ത് വന്നിരിക്കുക. ഇപ്പോ കടുക്കനിട്ടവനായി മാറിയിരിക്കുകയാണ്, അഴിമതിയുടെ മറ്റൊരു മുഖമായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോ ആദ്യത്തെ 1 മാസമേ ആയിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന 5 വർഷം എന്ന് പറയുന്നത് ഇവിടെ ഒരു പെരുമഴക്കാലായിരിക്കും. UDFന്റെ ഭരണത്തിൽ വരാൻ പോകുന്ന അഴിമതിയുടെ ഒരു പെരുമഴക്കാലായിരിക്കും. ഇവർക്ക് വോട്ട് ചെയ്ത ആൾക്കാർ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ കഷ്ടകാലം ആരംഭിച്ചു, അതിന്റെ തുടക്കമാണിത്. ഇത് എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പ്രതിപക്ഷം എന്ന നിലയിൽ BJP ഇതിനെ ശക്തമായി എതിർക്കും, ശക്തമായി നേരിടും എല്ലാ രീതിയിലും. ഓക്കെ, അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, ഇതിപ്പോൾ ലാഭനഷ്ട കണക്കുകളെ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും എന്ത് പ്രത്യാഘാതമായിരിക്കാം ഇത് സമൂഹത്തിൽ ഉണ്ടാവുക? ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത് കാര്യങ്ങൾ? നമസ്കാരം. ഞാൻ ഈ വിഷയത്തിൽ പ്രത്യാരോപണങ്ങൾക്കാളുപരി ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സാമൂഹ്യ വിപത്തിനെ കുറിച്ച് നമ്മുടെ പൊതുസമൂഹം എന്താണ് ഇത്ര പിന്നോട്ട് നിൽക്കുന്നത് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം
ഇന്ത്യയിൽ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ, സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട്. അത് നാനാജാതി ജനവിഭാഗങ്ങൾക്ക്, മുതിർന്നവർ മുതൽ കുട്ടികൾ മുതൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുടുംബം, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഈ സ്വസ്ഥമായ ജീവിതത്തിന് മദ്യം, മയക്കുമരുന്നും എത്രത്തോളം വിലങ്ങു തടിയാവുന്നു എന്നുള്ളത് ഓരോ ദിവസത്തെയും അക്രമ പരമ്പരകളുടെയും അതുപോലെ തന്നെ ആത്മഹത്യകളുടെയും ഒക്കെ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും. അവരൊക്കെ ഇത് കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മത രാഷ്ട്രീയ വിഭാഗങ്ങളൊക്കെ തന്നെ സാമൂഹ്യ നന്മയും ജനനന്മയും ആണ് എപ്പോഴും മുദ്രാവാക്യമായിട്ട് കൊണ്ടുവരുന്നത്. കുടുംബങ്ങളിൽ കലഹവും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ അക്രമ പരമ്പരകളും നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നല്ലാതെ ഈ മദ്യത്തിന്റെ ഒഴുക്കിനെയും അതുപോലെ തന്നെ മദ്യ ഉപയോഗത്തിന്റെയും കാര്യങ്ങളിൽ എത്രത്തോളം ഇവര് ശ്രദ്ധ പാലിക്കുന്നുണ്ട്, ജാഗരൂകരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്യനിരോധന സമിതിയുണ്ട് നമുക്ക് നാട്ടിൽ, മദ്യവർജന സമിതിയുണ്ട്. മദ്യനിരോധന സമിതി ആയാലും മദ്യവർജന സമിതികളായാലും അത്തരം സംഘടനകളെ ആരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആരൊക്കെ പിന്തുണ നൽകുന്നുണ്ട്, അവരെന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ ഇതിന് സപ്പോർട്ട് നൽകുന്നുണ്ട് ഇവിടെ ഒരു വസ്തുത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മദ്യത്തിനെതിരെ രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, മറ്റു വിഭിന്ന ചിന്താഗതികൾ മറന്നുകൊണ്ട് കേരള സമൂഹം, പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. അത് വീര്യം കൂടിയതായാലും വീര്യം കുറഞ്ഞതായാലും മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ കേരള സമൂഹം മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ കേരളം വലിയൊരു വിപത്തിലേക്ക് തെന്നി വീഴും എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് നൽകുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്തിലേക്ക് ഞാൻ എത്താം. ഈ വിഷയത്തിൽ വലിയ വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം വിത്തിട്ടത് നിങ്ങളാണ് എന്ന ആരോപണം നേരത്തെ രമേശ് മാണിക്യോത്തും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണല്ലോ. കഴിഞ്ഞ LDF കാലത്താണല്ലോ ഇതിന് വിത്തിട്ടതിന് സമാനമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത്. ഇതേ നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങി, പക്ഷേ ആ ചർച്ച പാതി വഴിയിൽ അവസാനിക്കുന്നതാണ് കണ്ടത്. ഇത് കൗതുകമുള്ള ഒരു ആരോപണമാണ്. രമേശ് മാണിക്കോത്ത് ഇവിടെ ഒരുപക്ഷെ UDF വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്നുള്ള ധാരണയിൽ അദ്ദേഹം തന്നെ ആ കുപ്പായം എടുത്തണിഞ്ഞതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിന് മാത്രമല്ല, ഇപ്പോ കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾക്കും വിത്തിട്ടത്, തുടക്കം കുറിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, 1956 ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭ 1957 സഖാവ് EMS നമ്പൂതിരിപ്പാട് നേതൃത്വം കൊടുത്തതാണ്. ആ EMS മന്ത്രിസഭയാണ് ഇന്ന് ഈ കാണുന്ന ആധുനിക കേരളത്തിന് അടിത്തറ പാകിയത് എന്നുള്ളത് ഞാനത് അംഗീകരിക്കുകയാണ്. അതില് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ രമേശ് പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. കാരണം കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ പറഞ്ഞു, ഈ വീര്യം കുറഞ്ഞ മദ്യം ജനങ്ങൾക്ക്, ഈ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആലോചന നടത്തിയത്. പക്ഷെ അത് തന്നെ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും അതുപോലെ പഴവർഗ്ഗങ്ങളിൽ നിന്നുമൊക്കെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് LDF ഗവൺമെന്റ് പരിശോധിച്ചത്. അതിന്റെ കാര്യം, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കർഷകർക്ക് കൂടി അതിന്റെ ആനുകൂല്യം കിട്ടുമല്ലോ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിനെയാണ് ഇപ്പൊ രമേശ് ഈ UDFന് വേണ്ടിയിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം ഒരു ചട്ടം തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ആ പഴുതുപയോഗിച്ചാണ് ഇപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതും. അല്ല, ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഇപ്പോ ഈ കേരളം ഭരിക്കുന്നത് LDF അല്ലല്ലോ. കേരളം LDF ഭരിച്ച് ആകെ തകരാറിലാക്കി എന്നുള്ള പ്രചണ്ഡം നടത്തിയിട്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ, ഇപ്പൊ ജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ ഇപ്പൊ UDF ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവര് നേരത്തെ ഇപ്പൊ LDFന്റെ ആ കാലത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരെ പോലും രായ്ക്ക് രാമാനം സ്ഥലം മാറ്റുന്നതും
പിന്നെ പിരിച്ചുവിടുന്നതൊക്കെ നമ്മൾ കാണുന്നതാ. അപ്പൊ LDFന്റെ നയത്തോട് വിയോജിപ്പുള്ള ആളുകൾ അക്കാര്യം പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്, അക്കാര്യം പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? LDFന്റെ നയങ്ങൾ തിരുത്തണം, അതിന് വിഭിന്നമായിട്ട് വഴിമാറി സഞ്ചരിക്കാൻ തയ്യാറാവണ്ടേ? ഇപ്പോ അതൊരു ഉപായമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം വഞ്ചനാപരമായിട്ടുള്ള സമീപനമാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, അപ്പോ ഈ മുഖ്യമന്ത്രി സതീശൻ ഈ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞ എന്താ, ഇന്ധനവിലയെ കുറിച്ച്. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധനവില വർധനവിന്റെ ഭാഗമായിട്ട് കേരളത്തിന് വരുന്ന അധിക നികുതി ഭാരം ജനങ്ങൾക്ക് വേണ്ടി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവായപ്പോ ശ്രീമാൻ VD സതീശൻ നിരന്തരമായിട്ട് ഉന്നയിച്ചിരുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം അത് പറഞ്ഞതാ. അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റു പല ആനുകൂല്യങ്ങളും, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതും അവരുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. അതുപോലെ തന്നെ KSRTCയിലെ ഈ കാര്യം, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ നൽകുമെന്ന് പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. അതൊക്കെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് പഠിക്കാനും വിദഗ്ധ സമിതിയും സമയമൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ കേരളത്തിലെ 3.25 കോടി വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ഒരു വിദഗ്ധ സമിതിയുടെയും ആവശ്യമില്ല, ഒരു പഠനവും ആവശ്യമായി വന്നില്ല. അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം കോടികളുടെ അഴിമതിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ഇവിടെ BJP സ്വാഭാവികമായിട്ടും UDFന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിൽ ഞാനൊരു അതിശയവും കാണുന്നില്ല. കാരണം വെറും 3 സീറ്റുള്ള BJP ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് പരമമായ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 102 സീറ്റ് UDFനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനേക്കാൾ ബലം 3 സീറ്റുള്ള BJPക്കാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ മലയാളിയുടെ അനുഭവം വളരെ പ്രകടമാക്കുന്നുണ്ട്. പിന്നെ ഈ രമേശിന്റെ പാർട്ടി മദ്യ രാജാക്കന്മാരോട്, മദ്യമാഫിയയോട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള സമീപനം എന്താ? ഇതൊന്നും നമുക്ക് അറിയില്ലേ? എല്ലാ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യരാജാക്കന്മാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി BJP ആണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളല്ലേ, അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയല്ലേ ഇത്തരം മദ്യ കമ്പനികൾ കൈയയച്ച് സംഭാവന നൽകുന്നത്. അക്കാര്യത്തിൽ അഭിമാനത്തോടുകൂടി പറയാവുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഒരു നയാ പൈസ അത്തരം കോർപ്പറേറ്റുകളിൽ നിന്നോ മദ്യ കമ്പനികളിൽ നിന്നോ സംഭാവനയായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി പറയാവുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ BJPയുടെ ഈ ഒരു ചാരിത്ര പ്രസംഗം തൽക്കാലം ഇവിടെ യോജ്യമല്ല. അത് UDFന്റെ ഒരാള് വക്താവ് ഇവിടെ ഇല്ല എന്നുള്ള ധാരണയിൽ അദ്ദേഹം സ്വയം എടുത്തണിയെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സലീം, ഇതൊക്കെ ആണെങ്കിലും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ജന്മാവകാശത്തിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഞാൻ രമേശ് മാണിക്യത്തിലേക്ക് പോവുകയാണ്. രമേശ് മാണിക്യത്ത് മറുപടി പറഞ്ഞോളൂ. സലീം ചോരമുഖത്ത് പറഞ്ഞത്, ഞാൻ ഇവിടെ കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ട് ഞാനല്ല കോൺഗ്രസിന്റെ കൂടെ സലീമേ, നിങ്ങളാണ് കോൺഗ്രസിന്റെ കൂടെ. നിങ്ങൾ ഇവിടെ പാലക്കാട് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചിട്ടാണ് നിങ്ങളെ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തേലും ചർച്ചയിൽ വന്നിട്ട് നിങ്ങളുടെ 2 പ്രതിനിധികൾ വിജയിച്ചത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും DMKയുടെയും നിങ്ങളാണ് ഇന്ത്യ മുന്നണി, നമ്മളല്ല. നിങ്ങൾ ചെയ്തത് എല്ലാ ജനങ്ങൾക്കറിയാം. ഇന്ദിരാഗാന്ധി നിങ്ങൾ എന്താ വിളിച്ചത്? ഭാരതയക്ഷി എന്ന് വിളിച്ചു. അവരുടെ കൂടെ കോൺഗ്രസ് എത്ര വർഷം, എത്ര നൂറ്റാണ്ടുകളാണ് സലീമ, ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടില്ല പ്ലീസ്. എത്ര നൂറ്റാണ്ടുകളാണ് നിങ്ങൾ നശിപ്പിച്ചത് CPM? നിങ്ങൾ എന്താ ചെയ്തത്? കോൺഗ്രസ് വിരോധം പറഞ്ഞിട്ട് എത്ര നൂറ്റാണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയം കളിച്ചത്? നിങ്ങൾ ഒരൊറ്റ ഇതേ ഉള്ളൂ, നിങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരെ, കോൺഗ്രസിനെതിരെ. ഇപ്പൊ നിങ്ങൾ എവിടെയുള്ളത്? സോണിയാഗാന്ധിന്റെ കൂടാരത്തിലാണ്. ആരാ സോണിയാഗാന്ധി? ഇന്ദിരാഗാന്ധിന്റെ അതേ ബാക്കി പത്രമാണ്. അപ്പൊ നിങ്ങൾ എന്നെ പറയണ്ട, നിങ്ങളാണ് ആൾക്കാര്, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലങ്ങളാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തണ്ട. UDFന്റെ ആള് നിങ്ങളാണ്, ഞങ്ങളല്ല. പിന്നെ നിങ്ങൾ മദ്യത്തിന്റെ കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ കൈ കഴുകണ്ട, നിങ്ങൾ മാന്യത നടിക്കണ്ട. ചർച്ചയിൽ വന്നിട്ട് ഇടതുപക്ഷം, ഞാൻ സലീമിനല്ല പറയുന്നത്, ഇടതുപക്ഷം 100-ൽ താഴെ ബാറുകൾ ഉണ്ടായിരുന്ന കേരളം 10 വർഷം കൊണ്ട് എങ്ങനെയാ സലീമെ 900 എത്തിച്ചത്? BJP? അതിനു മറുപടി പറയും. നിങ്ങളാണ് ഉത്തരവാദി. ഈ കേരളത്തിലെ ഇങ്ങനെ മദ്യം ഒഴുക്കിയതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ മുന്നണിക്കല്ല, CPMനാണ്, പിണറായി വിജയനാണ്. അതിന് നിങ്ങൾ മറുപടി പറയണം സലീമെ. അതിന് മറുപടി പറയും, എന്നിട്ട് ബാക്കി ചർച്ച പറയാം. സലീം മറുപടി. അല്ല, തീർച്ചയായിട്ടും പറയാം. ഇതില് ഒന്നാമത് കോൺഗ്രസ് വിരോധം എന്ന് പറയുന്നല്ലോ.
ഞങ്ങൾക്ക് അങ്ങനെ അന്ധമായ ഒരു പാർട്ടിയോടും വിരോധമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് വർഗീയ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് മാത്രമാണ് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിരോധമുള്ളത്. മറ്റതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണ്, ആശയപരമായിട്ടുള്ള വിയോജിപ്പാണ്. ഈ പറയുന്ന കോൺഗ്രസിനെ ഞങ്ങൾ ഇത്രയും നല്ലൊരു കാലം കോൺഗ്രസിനെ ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2004 ഒന്നാം UPA ഗവൺമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒന്നാം UPA ഗവൺമെന്റ്, അതുപോലെ തന്നെ 1977 ആദ്യത്തെ കോൺഗ്രസിന്റെ ഇതര ഗവൺമെന്റ്, ജനതാ ഗവൺമെന്റ്, അതിനെയൊക്കെ ഇടതുപക്ഷം അനുകൂലിച്ചത് അതിനേക്കാൾ വിപൽക്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പോ അന്ന് കോൺഗ്രസ് ആണല്ലോ 77 അടിയന്തര അവസ്ഥക്കാലത്ത് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ ചർച്ച വ്യതിചലിച്ചു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ മുഹമ്മദ് സാജിദ്, ഈ പ്രശ്നത്തെ, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിലൂടെ അതിന്റെ ഉപഭോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിനെ തന്നെ ഉപഭോക്താക്കളായി രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കടക്കുന്നുണ്ട്. പക്ഷേ ഇത് മറ്റൊരു തരത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണം നൽകുന്ന വിധത്തിലേക്ക് നീക്കാൻ സാധിക്കും എന്ന ഒരു തരത്തിലുള്ള വാദവും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ മദ്യത്തിന്റെ കാര്യത്തിൽ വീര്യം കൂടുതൽ വീര്യം കുറവ് എന്നുള്ളത് ഒരു പരിഹാസ്യമായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. കാരണം മദ്യം ലഹരിയാണ്. ലഹരി വീര്യം കുറഞ്ഞാലും കൂടിയാലും ലഹരി ഉപഭോക്താക്കളുടെ മാനസിക നില തെറ്റും, അല്ലെങ്കിൽ അവർക്ക് ചാഞ്ചാട്ടം ഉണ്ടാവും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കുട്ടികളെയും പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരി വേട്ട ഒരു വശത്ത് നടത്തുന്നു. അത് മാത്രമല്ല അതേ സമയത്ത് ഞാനതാ പറഞ്ഞു വരാൻ പോകുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരില് മുക്തകണ്ഠം പ്രശംസ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ഓപ്പറേഷൻ തൂഫാൻ അല്ലെ, നാർക്കോ ഹണ്ട് എന്ന പേരില് ഒരു ലഹരി വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് മറ്റൊരു വഴിക്ക് പിന്നെ വീര്യം കുറഞ്ഞ മദ്യം വിളമ്പാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തീർക്കുക എന്തൊരു വിരോധാഭാസമാണ്. ഒരു സമൂഹത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സമൂഹത്തെ കൊന്നൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഭരണകൃത്യ നിർവഹണത്തിനുള്ള തുക കണ്ടെത്തുവാൻ ബജറ്റിലും മറ്റും നിർദ്ദേശങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഏത് സർക്കാരായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇപ്പോ ഏത് സർക്കാരായാലും അവര് പറയുക ഇവിടെയുള്ള നികുതി ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നികുതി കുറയുന്ന സമയത്ത് ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം മേഖലകളിൽ പോകുന്നതാണ് വീര്യം കൂടിയ മദ്യം വീര്യം കുറച്ച് കൊണ്ടുവരിക, ബാറുകള് പിന്നെ ലൈസൻസുകൾ കൂട്ടുക. ഇപ്പൊ കഴിഞ്ഞ ഒരു ഗവൺമെന്റിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ പതനം പോലും ബാർ കോഴ നടത്തി എന്നുള്ളതിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. അത്തരമൊരു അവസ്ഥയില് പൊതുസമൂഹമാണ് ഇതിനെതിരെ രംഗത്തിറങ്ങേണ്ടത്. ഇപ്പോ വിദ്യാർത്ഥികളൊക്കെ ഈ മദ്യത്തിന്റെ അടിമകളായി തീരുവാനുള്ള ഒരു എന്താ പറയുക, ഇപ്പൊ സാധാരണ റിഫ്രഷ്മെന്റ് പിന്നെ ഡ്രിങ്ക്സ് പോലെ തന്നെ എങ്ങനെ സാധാരണ കടകളിൽ കിട്ടുന്ന സാധാരണ ഡ്രിങ്ക്സ് പോലെ മദ്യം വിളമ്പാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ പതനം എന്നല്ലാതെ എന്താണ് നമുക്ക് ആലോചിക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെ ഏത് സമൂഹമായാലും സമൂഹത്തിന്റെ നന്മക്കുതകുന്ന മാർഗത്തിലൂടെ ഫണ്ട് കണ്ടെത്തുവാനും മറ്റുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ ഈ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഒരു ഭാഗത്ത് തൂഫാൻ, മറ്റൊരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യം വിളമ്പുക. അപ്പൊ എന്താ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാണ് ജനസമൂഹത്തെ? ഇതൊക്കെ എന്ന് പറയുന്നത് വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ എല്ലാ സർക്കാരുകളും പിന്തിരിയണമെന്നാണ് പിന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനാവുക. അതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അവരുടെ അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത് 600 കോടിയുടെ നഷ്ടം അതുണ്ടാകുന്നു എന്നാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ നഷ്ടം, ആ ഖജനാവിൽ നിന്നുണ്ടാകുന്ന ആ നഷ്ടം എങ്ങനെ നികത്തും എന്ന ചോദ്യമുണ്ട്. ഒപ്പം അത് മാത്രമല്ല, ഇത് മുന്നണിക്കകത്ത് ചർച്ചയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരികയാണ്. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതില് പലതരത്തിലുള്ള ഈ ദുസ്വാധീനങ്ങൾ ഈ നയമാറ്റം ചെലുത്തുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സാമ്പത്തിക സംവിധാനത്തെ 600 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് ഒരു വർഷത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ.
ഇദ്ദേഹം തന്നെ, ശ്രീമാൻ സതീശൻ തന്നെ പറഞ്ഞത് ഈ മുൻ LDF സർക്കാർ വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നികുതി പിരിവ് നടത്തിയില്ല. ഇതൊക്കെ വളരെ സുന്ദരമായിട്ട് എന്തോ ഈ പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്നത് പോലെ ആയാസരഹിതമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഖജനാവിന് വലിയ നഷ്ടം വരുത്തി വെക്കുന്ന ഒരു തീരുമാനമാണ് ഒരു ഭാഗത്ത് എടുക്കുന്നത്. മറുഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹത്തിനാകെ ദുരന്തം വിതക്കുന്ന തരത്തിലേക്കുള്ള മദ്യത്തിന്റെ വ്യാപനത്തിലേക്ക് വഴിതെളിക്കുന്ന ഇത്തരം തീരുമാനം, ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ്. ഇങ്ങനെ 3 തലത്തിലും ഈ തീരുമാനം കേരളീയ സമൂഹത്തിന് അങ്ങേയറ്റം അപകടകരമാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിയണം. നമ്മളിപ്പോ ഈ പറഞ്ഞ ആളുകളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ മുഹമ്മദ് സാജിദ് വക്കീൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ അല്ലേ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അത്തരം ആളുകളൊക്കെ കൂടി നമുക്കറിയാം, കൃത്യമായ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ LDF ഗവൺമെന്റിനെതിരായിട്ട് വലിയ പ്രചരണം നടത്താനും UDF അധികാരത്തിൽ ഇരുത്താനും ഒക്കെ നന്നായിട്ട് ഉത്സാഹിച്ച ആളുകൾ. ഇപ്പോ മലയാളി സമൂഹത്തിന് ഒരു കാര്യം ബോധ്യമായി. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഈ ടീം UDF-ഉം ഇദ്ദേഹം ശ്രീമാൻ സതീശൻ മേനോനും നേരെ യൂട്ടേൺ അടിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങേയറ്റം ഇങ്ങനെ ഒരു സമയം നമ്മൾ എടുത്തുകൂടെ. ഞാൻ നേരത്തെ പറയുന്നതാണ്, നമ്മൾ ഏതോ രാഷ്ട്രീയമായിക്കോട്ടെ കുറേയൊക്കെ ഒരു സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടത്. ഏത് പൊതുപ്രവർത്തനാവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ, നമ്മൾ പറയുന്ന വാക്കുകളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണം. വെറുതെ വാചാടോപം നടത്തിയിട്ട് ആളുകൾ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന് സുഖമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും, അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം ജനവിരുദ്ധ കാര്യങ്ങൾ നടപ്പിലാക്കാമെന്ന്, അത് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു ചിന്തിക്കുന്ന സമൂഹത്തിൽ ഇത്തരം തീരുമാനങ്ങളുമായിട്ട് അങ്ങനെ വളരെ അയത്നലളിതമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഏതായാലും UDF പ്രതീക്ഷിക്കേണ്ട. അതാണ് ഏതായാലും ശക്തമായിട്ടുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, എന്തായാലും ഈ വിഷയം ഇതേ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ രമേശ് മാണിക്കോത്ത്, നികുതി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ? അപ്പോൾ അത് നഷ്ടമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ അത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ സർക്കാർ അധികാരമേൽക്കുന്നത് പോലും. അപ്പോൾ നികുതിയിലൂടെ വരുമാനം കണ്ടെത്താമെന്നൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? മാഡം, ഇത് നികുതിയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക വിപത്താണ്. നികുതി മാത്രമല്ല, നികുതി വരുമാനം എന്നുള്ളത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതാണ്. നികുതി വരുമാനം എങ്ങനെ എന്നുള്ളത് VD സതീശൻ UDF ഗവൺമെന്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നാളെ പറയായിരിക്കും, കണ്ടിരിക്കാം നമുക്ക്. ഇപ്പൊ ഇവർക്ക് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു മാർഗമാണിത്. രണ്ടാമത് ഇവർ നികുതി കാണുന്നതും അതേപോലെ തന്നെ വേറൊരു അഴിമതിയുടെ മാർഗം വരുന്നുണ്ട്. അത് ധാതു സമ്പത്തുകൾ, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള ധാതു സമ്പത്ത് ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് അതിലായിരിക്കും അവർ കഴിവെക്കുക. അല്ലാതെ തന്നെ നികുതി വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. ഇവര് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അല്ലാതെ ഈ രീതിയിലുള്ള ചൊപ്പടി വിദ്യകൾ കാണിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയരുത്. നമുക്കറിയാം, ബസ്സിൽ സ്ത്രീകൾക്ക് എന്തൊക്കെയാ പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ പോവാ, സിനിമക്ക് പോവാൻ, ടൂർ പോവാ. അവസാനം എന്തായി? ഓർഡിനറിയിൽ മാത്രമാക്കി. അതും കുറെ ഓർഡിനറി കട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. അപ്പൊ ഈ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് VD സതീശൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഇദ്ദേഹം ചാർജ് എടുത്ത ആ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റിലത്തെ ആ ഒരു വാരം ഫസ്റ്റ് വീക്ക് എന്തായിരുന്നു? ഡെയിലി അദ്ദേഹം പത്രപ്രവർത്തകരെ കാണുക, പത്രപ്രവർത്തകരെ കൂടെ ഇരിക്കുക. ശ്രീ പിണറായി വിജയനെ പോലെയല്ല മൈക്ക് ഓഫ് ആക്കിയിട്ട് പോക്കല്ല, ദേഷ്യം പിടിക്കലല്ല, ചിരിച്ച് കളിച്ച് അവിടെ ഉല്ലസിക്കുകയായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? എവിടെ പ്രസ് മീറ്റ് നടത്തുന്നത്? ഈവൻ പ്രസ് മീറ്റ് പോട്ടെ, ഇന്ന് നിയമസഭയിൽ എന്താ പറഞ്ഞത്? ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഈ ഒരു ആരോപണം ഉന്നയിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ? അദ്ദേഹം അപ്പൊ റൂൾ 50യും 52യും കാര്യം പറഞ്ഞ് മുങ്ങുകയാണ്. ഇതിന് മറുപടി പോലും പറഞ്ഞിട്ടില്ല. മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പൊ ഈ കാണിച്ചതൊക്കെ ഗിമ്മിക്കാണ്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് VD സതീശൻ കരുതണ്ട, UDF കരുതണ്ട. ഇവിടെ പ്രതിപക്ഷങ്ങളുണ്ട്, പ്രതിപക്ഷം നേരിടും. നികുതിയുടെ പേര് മാത്രം പറഞ്ഞ് ഈ ഒരു സാമൂഹിക വിപത്തിനെ വിടാൻ അനുവദിക്കില്ല. BJP അനുവദിക്കില്ല. BJP കേരളത്തിൽ ഇതിനെതിരെ ആരോപണം BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിഷയത്തെ അതിനോട് ഉപമിക്കാൻ സാധിക്കുമോ? കേട്ടില്ല മാഡം. അഖില മാഡം, രണ്ടാം ബാർക്കോഴ എന്നൊരു ആരോപണം ഉയർത്തുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ. ഈ വിഷയത്തെ അതിനോട് ഉപമിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു.
തീർച്ചയായും എന്തുകൊണ്ടില്ല? ഇത് അത് തന്നെയാണ്. ഇതൊരു കോഴ തന്നെയാണ്. ഇതൊരു അഴിമതിയാണ്. ആ അന്ന് നടന്നതിനെക്കാട്ടും വലിയ അഴിമതിയാണ്. കാരണം ഇവിടെ 500-600 കോടി എന്ന് പറയുമ്പോൾ അത് എത്രയാണ് വരുന്നത്? വലിയൊരു എമൗണ്ടാണ് വരുന്നത്. അപ്പൊ അത് മറ്റൊരു അഴിമതി തന്നെയാണ്. അഴിമതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി വരാൻ പോകുന്നത് അഴിമതിയുടെ പെരുമഴക്കാലായിരിക്കും. കേരളത്തിൽ ഇവരെ വോട്ട് ചെയ്ത് ഒന്നിന് പകരം ഒന്ന് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ജനങ്ങളെ തിരിച്ചറിയൂ. ഇപ്പൊ ജനങ്ങൾ മനസ്സിലാവും, ഇനിയെങ്കിലും മനസ്സിലാവും ആർക്ക് ചെയ്യണമെന്നില്ല. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ട് രീതിയിലും ഇവർ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഇതാണ് BJPക്ക് പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി, സമര പരിപാടികൾ തന്നെ BJP ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ചർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഇടവേളയ്ക്ക് ശേഷം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം ഇടപെട്ടതിൽ. ഈ വിഷയത്തിൽ ഇപ്പോൾ നികുതിയിലൂടെ വരുമാനം കണ്ടെത്തുക എന്നൊരു മാർഗമേ സർക്കാരിനുള്ളൂ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആ മാർഗമാണ് ഇപ്പോൾ അവർ പരീക്ഷിച്ചിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രഖ്യാപനവും വന്നിട്ടുള്ളതും. അപ്പോൾ വരുമാന മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു നീക്കത്തിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കില്ല, അത് തീർച്ചയാണ്. അങ്ങനെ ഇരിക്കെ ഈ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത്? അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദിലേക്ക് ഞാൻ എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഇതിപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധി ഇതിലില്ല, അത് വസ്തുതയാണ്. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുമായി അവരെ സമീപിക്കാനും കഴിയുന്നില്ല. അത് ഈ ഘട്ടത്തിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ കാണുന്നു. പക്ഷേ ഈ വിധത്തിലുള്ള പ്രതിസന്ധി ഒക്കെ നിലനിൽക്കുമ്പോഴും നികുതിയുടെ ഒരു ഭാഗമായിട്ടുള്ള സംവിധാനം എന്ന രീതിയിൽ കണ്ടൂടെ ഇതിനെ? അല്ല, അതെങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ നികുതി ഇളവാണല്ലോ ഇപ്പൊ കൊടുക്കുന്നത്. ഇതുവരെ 251% നികുതി പിരിച്ചിരുന്ന സ്ഥലത്ത് ഇനി മുതൽ 120% അത് ചുരുക്കുകയാണ്, കുറയ്ക്കുകയാണ്. അപ്പൊ ഇപ്പോൾ നികുതി കുറച്ചിരിക്കുന്നു. അങ്ങനെ അതിന്റെ വിപണി സജീവമാക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. മറ്റൊരു തരത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ ഇതിന്റെ ഭാഗമായി ആക്കി തീർക്കാനും സാധിക്കുമായിരിക്കും ആ കമ്പനിക്ക്, ആ പ്രൊഡക്റ്റിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധത്തിലാവുകയാണെങ്കിൽ ഇതിന്റെ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ വിൽപ്പനയും വർദ്ധിക്കുന്നു. ആ തരത്തിൽ ആ നികുതി സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യില്ലേ? അല്ല, അതിന് എനിക്ക് തോന്നുന്നത് നമ്മൾ സാമാന്യ യുക്തി വെച്ചിട്ട് എങ്ങനെയാണ് അത് ശരിയാവുക? കാരണം 251 രൂപ കിട്ടുന്ന ഒരു സാധനത്തിന് 120 രൂപയാക്കിയിട്ട് ചുരുക്കുമ്പോൾ എത്ര അതിന്റെ ഈ ഉപഭോഗത്തിന്റെ തോത് എത്രയധികം ഇരട്ടിയാകണം, എത്രയധികം വർദ്ധിക്കണം? അത് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് സാധ്യമാണോ? അപ്പൊ ഇതിന് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിപ്പോ വാദത്തിന് വേണ്ടി ഈ പറയുന്ന വാദം ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പഠനം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? വെറും 3 ദിവസം കൊണ്ടാണ് ഈ ഫയലിൽ തീരുമാനമെടുത്തത് എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ ഇതിൽ അങ്ങേയറ്റം ദുരൂഹതയുണ്ട്. ദുരൂഹത മാത്രമല്ല, ഇതില് ഇപ്പൊ അതിന്റെ തന്നെ ഇപ്പൊ ഈ ഉപഭോഗം വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഗുണമാർക്ക ഏറ്റവും കൂടുതൽ ഇതൊരു സ്വകാര്യ ഉൽപ്പന്നം, ബെക്കാഡി എന്ന് പറയുന്ന മദ്യ കമ്പനിയുടെ ഉൽപ്പന്നമാണ്. അതിനാണ് ഈ പ്രത്യേക ഇളവ് കൊടുക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു പ്രത്യേക മദ്യ കമ്പനിക്ക് വേണ്ടി അവരുടെ ഉൽപ്പന്നം അവരുടെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുക. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഖജനാവിന് 600 കോടി രൂപയുടെ പ്രതിവർഷ നഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മദ്യത്തിന്റെ ഒരു നികുതി വരുമാനം കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് മറ്റേതെങ്കിലും വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ആശയത്തിന്റെ ഭാഗമായിട്ട് അത് പാടെ നിരാകരിക്കാമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷെ അതേസമയം തന്നെ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും എവിടെയും ഒരു കൂടിയാലോചനയും നടത്താതെ എടുക്കുന്ന ഇത്തരം ധൃതി പിടിച്ച തീരുമാനങ്ങളുടെ പിന്നിൽ കൃത്യമായ അഴിമതി ഉണ്ടോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കാത്ത കാര്യമാണ്. ഇതിൽ വേറെ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പോ ഈ ഇന്നത്തെ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഈ വിഷയം അവതരിപ്പിച്ചപ്പോ നമ്മുടെ മുമ്പ് അനുഭവം ഉണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ച സമയത്ത് നിയമസഭാ സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട അടിയന്തര പ്രമേയങ്ങളിൽ ഏതാണ്ട് 98% സർക്കാർ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ഭരണകക്ഷിക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർക്ക് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ള ശരിയായ സത്യസന്ധമായ നിലപാടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശ്രീമാൻ VD സതീശന് UDFന് ഈ അടിയന്തര പ്രമേയം അനുവദിച്ച് നിയമസഭയിൽ ഒരു ചർച്ചയ്ക്ക് അവസരം കൊടുത്തുകൂടാ? അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഇപ്പോ ഈ UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പരസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ, സതീശൻ മാത്രമേ ഈ തീരുമാനം ന്യായീകരിക്കാനുണ്ടാകൂ എന്നുള്ളതാണ്. അപ്പോ
UDF-ലെ ഒറ്റപ്പെട്ട ഒരു തീരുമാനമായിട്ട് അത് മാറി. ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീമാൻ VD സതീശന്റെ അന്യായമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ്. അതിന് ഞാൻ പറയുന്നത് ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും കളികളിൽ വെച്ചത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത് പൊതുവെ കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. പൊതുവെ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ രീതികളെ തകിടം മറിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പദ്ഘടനയെ താൽക്കാലികമായിട്ടെങ്കിലും അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് അതിനെ മാറുകയാണ്. ഇതിന്റെ എല്ലാം ഗുണഭോക്താവ് ഒരു സ്വകാര്യ മദ്യ കമ്പനിയായിട്ട് വരികയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരംശം ഭരണകക്ഷിക്കോ അല്ലെങ്കിൽ ഇത് തീരുമാനമെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തിനോ ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കുന്നതിൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഇതിപ്പോൾ ആരോഗ്യസ്ഥിതിയെയും ക്രമസമാധാന നിലയും ഒക്കെ തകിടം മറിക്കുന്ന നിലയിലേക്ക് ഈ ബജറ്റ് പ്രഖ്യാപനം അത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് നീളാൻ സാധ്യതയുണ്ടോ? അതോ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത്? അങ്ങനെ ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ആദ്യമായിട്ട് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് സാങ്കേതിക തടസ്സമുണ്ടായി. ഞാൻ പറയുന്നത് ശ്രീമാൻ VD സതീശൻ വലിയൊരു സാമ്പത്തിക ചിന്താഗതിക്കാരനും വിദഗ്ധനും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ധനകാര്യ വകുപ്പും നേരിട്ട് ഏറ്റെടുത്തതും. ഈ വരുമാനം കണ്ടെത്താൻ, നികുതിയിലൂടെ വരുമാനം കണ്ടെത്താൻ പല മാർഗങ്ങളില്ലേ? അദ്ദേഹം തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് ഈ കിട്ടാക്കടകളായിട്ട് കിടക്കുന്ന നികുതിയൊക്കെ പിരിച്ചെടുക്കുന്നത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം, നമുക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി മൊത്തത്തില് ക്രമസമാധാന മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലുള്ള പ്രത്യേകിച്ച് പുരുഷന്മാര്, വീട്ടമ്മമാരാണ് ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോ ഏറെ പറയേണ്ടതില്ല, കോളേജ് വിദ്യാർത്ഥിനികൾ പോലും മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വളം നൽകുന്ന തരത്തിൽ ഇത്തരം സമീപനങ്ങൾ എടുക്കുന്നത് ഒരു എന്താ പറയാ, ജനങ്ങളുടെ നന്മക്കായിട്ട് കണ്ടെത്തിയ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് ജനങ്ങളുടെ അഭ്യർത്ഥനകൾക്കനുസരിച്ച് വന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള ഇവരുടെ ഭാഗത്തു നിന്നും ഇതുണ്ടാവാൻ പാടില്ല. അതിൽ നിന്നും ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ സമ്മതരായ നേതാക്കള്, അതുപോലെ തന്നെ ഈവൻ ഘടകകക്ഷികള്, എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, മതമേലധ്യക്ഷന്മാരൊക്കെ ഇവിടെ പ്രഭാഷകന്മാരൊക്കെ ഏറെയുണ്ട്. എല്ലാവരും വാദോരാതെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളും പൊതുസമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളിലും, അതുപോലെ തന്നെ മദ്യനിരോധന സമിതികളും മദ്യവർജന സമിതികളും ഒക്കെ അങ്ങനെയുള്ള സാമൂഹ്യ നന്മക്കുതകുന്ന സംഘടനകളെയൊക്കെ വളർത്തിയെടുക്കുന്ന കാര്യങ്ങളിലും, അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ്, പൊതുസമൂഹത്തിന് അവബോധം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഇത്തരം ജനവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും അഭിലാഷത്തിന് അനുസൃതമല്ലാത്ത, പൊതുസമൂഹത്തിന് തൃപ്തികരമല്ലാത്ത നടപടികളിൽ നിന്നും ഏത് സർക്കാരുകളായാലും പിൻവാങ്ങണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ രമേശ് മാണിക്കോത്ത്, ഈ വിഷയത്തിൽ ഒരു ബദൽ സംവിധാനം മുന്നോട്ട് കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുമോ? അത് ചോദിക്കാൻ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി ഈ രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു, ഈ ഇളവ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏത് വിധത്തിലാണ് ഇതിനെ ആത്മാർത്ഥമായി പ്രതിരോധിക്കാൻ BJPക്ക് സാധിക്കുക? മാഡം, ഇവിടെ ധനാഗമന മാർഗം പലതുമുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഈ രീതിയിലുള്ള കുറുക്കുവഴിക സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വഴിക്ക് പോകാതെ, ഇപ്പോ നികുതി കുടിശ്ശിക തന്നെ കേരളത്തിൽ വലിയൊരു തുക കളക്ട് ചെയ്യാനുണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ധാതുമണൽ ഖനനം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ, യാതൊരു അഴിമതിയും ഇല്ലാതെ നടത്തുകയാണെങ്കിൽ
കേരളത്തിന് വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണിത്. പക്ഷെ ഇവിടെ നടക്കുന്നതാണ് നേരത്തെ നടന്ന പോലെ എക്സാലോജി കമ്പനികളെ പോലത്തത് വന്ന് ഈ ഓരോ ആളുടെ പേര് PV KV എന്നൊക്കെ വന്നിട്ടുള്ള ആ രീതിയിൽ ഉള്ള ഒരു കളി നടത്താതെ സത്യസന്ധമായിട്ട് ഇത് നടത്തുകയാണെങ്കിൽ കേരളത്തിന്റെ ധനത്തിന്റെ ഈ പ്രതിസന്ധി മാറാൻ വളരെ എളുപ്പമാണ്. ആ രീതിയിൽ ചെയ്യണം. ഇപ്പൊ ഈ മദ്യത്തിന് ചെയ്ത പോലെ ചെയ്യരുത്. ആ ധാതുമണൽ ഖനനം വളരെ സത്യസന്ധമായി ചെയ്ത് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ മാറാനുള്ള ഒരു സംവിധാനം, ഒരു പഠനം നടത്തണം. അതേക്കുറിച്ച് ഒന്നുമില്ല. ഇവർ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതൊന്നും ഇപ്പം നടപ്പിലാക്കുന്നില്ല. എല്ലാം മാറി മാറി. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയം എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ പറഞ്ഞു കുറെ വോട്ട് പിടിച്ചു. ഇപ്പൊ വന്ന എന്തെങ്കിലും ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ആയിരക്കണക്കിന് ആൾക്കാർ കേസുപെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ അത് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നാളെ എങ്ങനെ കേരളത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഓരോ മുന്നണി വരുമ്പോഴും ഇങ്ങനെ തരികിടയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ജനങ്ങളെ സംബന്ധിച്ച് ഗുണകരമല്ല. ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം. ഇപ്പൊ ധാതുമണ്ണ നല്ലൊരു ഇതാണ്, നല്ല കാര്യമാണത്. അത് ചെയ്യുന്നത് അഴിമതി ഇല്ലാതെ ചെയ്യണം. യാതൊരുവിധ അഴിമതിക്കും ഒരു സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ ആദ്യം കുറെ രാഷ്ട്രീയക്കാരെയും അതുപോലെ സാമൂഹിക പ്രവർത്തകരെയും ഇതിൽ കഴിവുള്ള ആൾക്കാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കണം. എങ്ങനെ ചെയ്യാം? വളരെ ഇതായിട്ട് ചെയ്യണം. യാതൊരു അഴിമതിക്കും ഒരു സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ സംഭവം മതി കേരളത്തിന്. വേറെ ഈ മദ്യത്തിന്റെ ലോട്ടറിയുടെ ഒന്നും പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. ധനം അതിനകത്ത് സംഭരിക്കാൻ കഴിയും ഗവൺമെന്റിന് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ. പക്ഷേ അതിനുള്ള ഒരു ആർജവം ഉണ്ടാവണം. ശരി, അങ്ങനെ ബദൽ മുന്നോട്ട് വെക്കുന്നു. എന്റെ മറ്റൊരു ചോദ്യം ഇതായിരുന്നു, എത്രത്തോളം ആത്മാർത്ഥതയിൽ BJPക്ക് ഇതിനെ എതിർക്കാൻ കഴിയും? മദ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ എതിർക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിയമസഭയിൽ മാത്രമല്ല, അത് പുറത്തും നമ്മൾ BJPയുടെ പ്രവർത്തകർ വളരെ ശക്തമായ രീതിയിൽ ഇതിനെ നേരിടും. VD സതീശൻ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ നാളെയുള്ള ഈ ഫൈനാൻസ് പറയൂ, തുടർന്നോളൂ, അവസാനിപ്പിക്കാൻ. നാളെയുള്ള ഫൈനാൻസ് ബില്ല് പാസ്സായാൽ അറിയാം ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇനി അഥവാ നിയമസഭയിൽ അല്ലെങ്കിൽ അതിന് നിയമസഭയ്ക്ക് പുറത്തും BJPയുടെ നേതാക്കൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ ശക്തമായ രീതിയിൽ നേരിടും. അത്ര എളുപ്പമല്ല. ആരും ഉണ്ടാതിരുന്നാലും BJP അതിന് മുന്നിട്ട് നിൽക്കും. ഇതൊരു സാമൂഹ്യ വിപത്താണ്. രാജ്യത്തിന്, സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ഒരു സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നത് മാത്രമല്ല, ഒരു സാമൂഹ്യ വിപത്താണ്. അതിനെതിരെ BJP പോരാടും, ഒരു സംശയമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ഇതിപ്പോൾ KC വേണുഗോപാൽ ആണെങ്കിലും VM സുധീരനാണെങ്കിലും ഒക്കെ എതിർപ്പുന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ. അത് മുന്നണിക്കുള്ളിൽ തന്നെ പല അപസ്വരങ്ങളും ഉയരുകയാണ്. വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ് ഈ തീരുമാനത്തിലേക്ക് കടന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ തീരുമാനത്തിൽ നിന്നൊരു യു ടേൺ ഉണ്ടാകുമോ മറ്റു പല വിഷയങ്ങളും ഉണ്ടായ പോലെ? അല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഈ വിഷയത്തിൽ. കാരണം ഈ മുഖ്യമന്ത്രി ഇതിൽ അത്രയധികം എടുത്ത ഒരു തീരുമാനമായത് കൊണ്ട് തന്നെ, അത് മാത്രമല്ല അതിന്റെ വെറുതെ അങ്ങ് തീരുമാനം എടുത്തതായിരിക്കില്ലല്ലോ. ഇത് ഈ ഗവൺമെന്റിന്റെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ചില ശക്തികൾക്ക് വേണ്ടി വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആലോചിക്കാൻ അധികം സമയമെടുത്തില്ല എന്നേ ഉള്ളൂ. വെറും 3 ദിവസം കൊണ്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് പല ആളുകൾക്കും ഗുണം കിട്ടുന്ന ഒരു തീരുമാനമായതുകൊണ്ട് ഇതിൽ നിന്ന് അദ്ദേഹം യു-ടേൺ അടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നേരെ മറിച്ച് അദ്ദേഹം ഇതുവരെ ഏതാണ്ട് തീരുമാനം 3 ദിവസങ്ങൾ കൊണ്ടല്ല എന്ന ഒരു ആരോപണവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇതിപ്പോൾ VD സതീശന്റെ യാത്രയുമായി ബന്ധപ്പെടുത്തി ഇതിനെ ചേർത്ത് കെട്ടുന്നുണ്ട്. ആ തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നേരത്തെ ശ്രീ രമേശ് പറഞ്ഞ കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ നയം മാറ്റം ആരെ സഹായിക്കാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വരാനിരിക്കുന്ന കാര്യം. ആ സമയത്തൊക്കെ ഈ BJPക്കാർ ഇതുപോലെ വർത്തമാനം പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത്, ഈ തീരുമാനം അതിന്റെ ഗുണഭോക്താക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം യു-ടേൺ എടുക്കാൻ സാധ്യതയില്ല. നേരെ മറിച്ച് ഈ 1 മാസക്കാലം കൊണ്ട് അദ്ദേഹം 12 കാര്യങ്ങളിൽ യു-ടേൺ എടുത്തിട്ടുണ്ട്. അതെല്ലാം പക്ഷെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ കാര്യത്തിലൊക്കെ അദ്ദേഹം യു-ടേൺ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യു-ടേൺ അടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. പക്ഷേ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും സമ്മർദ്ദവും വന്നാൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൊതുസമൂഹത്തിന്റെ ആകെ ഇടപെടൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ തീരുമാനവുമായിട്ട് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് രമേശ് മാണിക്കോത്ത് അങ്ങ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞോളൂ. അതെ, സലീം ചോലമുഖത്ത് പറയുന്നുണ്ട് കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിമണൽ ഖനനത്തിലും PV എന്നുള്ള പേരുണ്ട്.
അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയനാണെന്ന് പത്മജ വേണുഗോപാലാണ് പറയുന്നത്. നേതാവാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അതിനകത്ത് പങ്കുണ്ട്. രമേശ്, എല്ലാ രാഷ്ട്രീയക്കാരും അതിപ്പോ മീഡിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ സമയം- പേടിക്കണ്ട സലീമേ, പേടിക്കണ്ട. സമയം എന്തായാലും ആവട്ടെ. അവസാനിച്ചിരിക്കുകയാണ്. ഈ നടക്കട്ടെ. വിഷയത്തിൽ ഏത് നിലപാടിലേക്കായിരിക്കും ഇനി അവസാനമായി ഈ സർക്കാർ കടക്കാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ആ ബജറ്റിൻ പ്രഖ്യാപനത്തിൽ ചർച്ചയും നീളുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഏത് തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്താൻ പോകുന്നത് എന്ന കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. വലിയ വിമർശനമാണ് മുന്നണിക്കുള്ളിൽ തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ഏത് തലത്തിലേക്ക് തീരുമാനം പോകും, ഒരു യു ടേൺ മറ്റു വിഷയങ്ങളിൽ എന്ന പോലെ ഉണ്ടാകുമോ എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. മിഡിൽ ഈസ്റ്റ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ശുഭ